അസ്സലാമു അലൈക്കും. നമ്മൾക്ക് നാലാമത്തെ ചാപ്റ്ററിൻ്റെ അവസാന ഭാഗമാണ് എടുക്കാനുള്ളത്. ആഗോളവൽക്കരണം, പ്രാദേശികവും മേഖലാപരവും ദേശീയവും അന്തർദേശീയവുമായ വിപണികളുടെ കൂട്ടിയിണക്കൽ. അവയുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള വിപണിയാണ് ഇനി എടുക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ആഗോളവൽക്കരണം എന്താണ്, ഉദാരവൽക്കരണം എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അല്ലേ. സ്വകാര്യവൽക്കരണം എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി ആഗോളവൽക്കരണം, ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും ഒക്കെ ആരംഭിച്ചത് എന്നായിരുന്നു? 1980കളിലാണ്. ഒരു പുതിയ ഘട്ടത്തിലേക്ക് തന്നെ ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്നൊരു സാമ്പത്തിക ശക്തി ഉണ്ടായത് തന്നെ 1980കൾക്ക് ശേഷമാണ്. അപ്പോൾ അത് ഗവൺമെൻറ് എന്ത് ചെയ്തതായിരുന്നു? ഒരു പുതിയ സാമ്പത്തിക നയത്തിന് രൂപം നൽകിയതായിരുന്നു അല്ലേ. അപ്പോൾ വികസന പ്രവർത്തനങ്ങളിൽ നിന്നും ഗവൺമെൻറ് എന്ത് ചെയ്യാണ്? കുറേ ഭാഗത്ത് നിന്ന് അവരങ്ങോട്ട് പിന്മാറുന്നൊരവസ്ഥ ഉണ്ടായി. അതോടെ എന്താവുകയാണ്? ഉദാരവൽക്കരണവും ആഗോളവൽക്കരണവും സ്വകാര്യവൽക്കരണവും സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഘടകമായിട്ട് മാറുകയാണ് ചെയ്യണത്. ലോകം മുഴുവൻ എന്താവുകയാണ്? പരസ്പരം കൂട്ടിയിണക്കപ്പെട്ടുകൊണ്ട് ഒരു കാലഘട്ടം സൃഷ്ടിക്കപ്പെടുകയാണ്. അതാണ് ആഗോളവൽക്കരണം. അത് എങ്ങനെയൊക്കെയാണ്? സാമ്പത്തികമായിട്ട്, രാഷ്ട്രീയമായിട്ട്, സാംസ്കാരികമായിട്ട് ഒക്കെ എന്ത് ചെയ്യാണ്? ലോകത്തെ പരസ്പരം ബന്ധിപ്പിച്ചു. അതോടെ ലോകം തന്നെ ഒരു ആഗോള സമുദായമായി മാറുകയാണ്. അപ്പോൾ ഈ ആഗോള സമുദായമായി മാറിയ ഈ ലോകത്തിൽ ആഗോളീകരണത്തിൻ്റെ വാണിഭം, കച്ചവടം എന്ന് പറയുന്നത് പണം, വിവരങ്ങൾ, ജനങ്ങൾ, സാങ്കേതികവിദ്യ, ഇതൊക്കെയാണ് അതിൽ ഉൾപ്പെടുന്നത്. ആഗോളീകരണ വാണിഭം എന്ന് പറയുമ്പോൾ പണം, വിവരങ്ങൾ, ജനങ്ങൾ, സാങ്കേതികവിദ്യ ഇതൊക്കെയാണ് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ വിപണിയുടെ വിപുലീകരണവും ഉദ്ഗ്രഥനവും വിപണികൾ തമ്മിലുള്ള ദൂരം കുറക്കാനും ഏതെങ്കിലും ഒരു വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റം ലോകം മുഴുവൻ എത്തിക്കുവാനും കാരണമായി തീർന്നു. അപ്പോൾ ഒരു വിപണിയിൽ മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് ലോകം മുഴുവൻ മറിക്കാനുള്ള ഒരു സാഹചര്യം ഈ ആഗോളവൽക്കരണത്തിലൂടെ, അതുപോലെ തന്നെ സ്വകാര്യവൽക്കരണത്തിലൂടെ, ഉദാരവൽക്കരണത്തിലൂടെയൊക്കെ സാധിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു. മിക്ക വികസിത രാജ്യങ്ങൾക്കും ഇന്ത്യൻ കമ്പനികൾ ചെലവ് കുറഞ്ഞ സേവനം നൽകിപ്പോന്നു. ഇന്ത്യൻ സോഫ്റ്റ്വെയർ വിദഗ്ധന്മാർക്ക് ഇന്ന് ലോകത്തെല്ലായിടത്തും ആവശ്യക്കാരാണെന്ന്. ഇന്ത്യൻ സോഫ്റ്റ്വെയർ വിദഗ്ധന്മാർക്ക്. അതുപോലെ തന്നെ പണം, സാധനങ്ങൾ, സേവനങ്ങൾ, ജനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സാംസ്കാരിക സങ്കല്പങ്ങൾ, യന്ത്രഭാഗങ്ങൾ ഇവയൊക്കെ ലോകത്താകെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒരു വസ്തുവായിട്ട് മാറി. പണം, സാധനങ്ങൾ, സേവനങ്ങൾ, ജനങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സാംസ്കാരിക സങ്കല്പങ്ങൾ, യന്ത്രഭാഗങ്ങൾ ഇതൊക്കെ ലോകത്തെല്ലായിടത്തും എത്തിക്കാൻ പറ്റുന്ന, കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു വസ്തുവായിട്ട് മാറി. എന്നാൽ വിപണിക്ക് പുറത്തായിരുന്ന ഇന്ത്യൻ ആത്മീയത, യോഗ, ആയുർവേദം എന്നിവയും മത്സരക്കളത്തിൽ പ്രവേശിച്ചു. സാധനങ്ങളും സേവനങ്ങളൊക്കെ മത്സരത്തിനെത്തിയെങ്കിലും മത്സരിക്കാൻ പറ്റാത്തൊരിടമായിരുന്നു എന്ത്? ആത്മീയത, യോഗ, ആയുർവേദം ഇവയൊക്കെ. പക്ഷെ പിന്നീട് അതും എന്തായി? മത്സരക്കളത്തിലേക്ക് ഇറങ്ങി വന്നു. അതുപോലെ തന്നെ പറയാണ് സംസ്കാരം എന്നത് വിപണിയിൽ നല്ല ഡിമാൻഡുള്ളൊരു ചരക്കായിട്ട് മാറുകയാണ്. സംസ്കാരം അതിന് സംസ്കാരം ഒരു നല്ല ചരക്കായിട്ട് വന്നു എന്ന് തെളിയിച്ചുകൊണ്ട് അന്തർദേശീയ ടൂറിസവും വർദ്ധിച്ചു വന്നു. അവിടെ എന്ത് ചെയ്യാണ്? ടൂറിസത്തിലും അവിടെ സംസ്കാരമാണ് എടുത്തു കാണിക്കുന്നത്. അപ്പോൾ വിപണിക്ക് പുറത്തുള്ളവയും
മത്സരത്തിനായിട്ട് വിപണിയിൽ എത്തിക്കൊണ്ടിരുന്നു. അതിന് ഉദാഹരണം പറയുന്നതാണ് പുഷ്കാറിലെ ഒട്ടകമേള. ഇതിനൊരു ഉദാഹരണമാണ്. അവിടെ എന്താണ് നടക്കുന്നത്? ഒട്ടകങ്ങളെയും കന്നുകാലികളെയും വാങ്ങാനും വിൽക്കാനൊക്കെ ദൂരദേശങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരികയാണ്. അപ്പോൾ ഒട്ടകങ്ങളെയും കന്നുകാലികളെയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ദൂരദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നു. ആട്ടിടയന്മാരും വ്യാപാരികളൊക്കെ എത്തിത്തുടങ്ങി. തദ്ദേശീയരായ ജനങ്ങൾക്ക് അത് സാമ്പത്തികവും സാമൂഹികവുമായി വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു, ഇങ്ങനെ കന്നുകാലികളൊക്കെ വാങ്ങലും വിൽക്കലും. അതുപോലെ തന്നെ പറയാണ്, പ്രമുഖ ഹൈന്ദവ ആഘോഷമായ കാർഷിക പൂർണിമയ്ക്ക് തൊട്ടു മുൻപേ നടത്തപ്പെടുന്നതായതിനാൽ പുഷ്കാർ മേള ധാരാളം അന്തർദേശീയ ടൂറിസ്റ്റുകളെ പോലും ആകർഷിക്കുന്നുണ്ട്. പുഷ്കാർ മേള അന്തർദേശീയ ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഹിന്ദുക്കളുടെ പ്രധാന ഒരാഘോഷമാണ് കാർത്തിക പൂർണിമ. അതിന് തൊട്ട് മുൻപ് ആണ് അത് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ടൂറിസ്റ്റുകളും അതിലേക്ക് ആകർഷിക്കപ്പെട്ടു. നെക്സ്റ്റ് നോക്കുക, ഉദാരവൽക്കരണം. എന്താണ് ഉദാരവൽക്കരണം? പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, മൂലധനം, തൊഴിൽ, വ്യാപാരം എന്നിവയിലെ ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, ഇറക്കുമതി ചുങ്കങ്ങളും മറ്റു തീരുവകളും കുറക്കുക, വിദേശ കമ്പനികൾക്ക് എളുപ്പത്തിൽ പ്രവേശനം നൽകുക എന്നിവ ഉൾപ്പെടുന്നതാണ് ഉദാരവൽക്കരണം. എന്തൊക്കെയാണ്? പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കുക, മൂലധനം, തൊഴിൽ, വ്യാപാരം എന്നിവയിലെ ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ ഇല്ലാതാക്കുക, വിദേശ കമ്പനികൾക്ക് എളുപ്പത്തിൽ പ്രവേശനം നൽകുക. ഇതൊക്കെയാണ് ഉദാരവൽക്കരണത്തിലൂടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് നിയന്ത്രണങ്ങൾ നീക്കുക, അതിലൂടെ എന്താണ്? രാജ്യത്തെ നല്ലൊരു സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കുക എന്നതായിരുന്നു ഉദാരവൽക്കരണത്തിൻ്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. അങ്ങനെ ഉദാരവൽക്കരണം എന്തായി വന്നതോടെ ഇന്ത്യൻ വിപണി വിദേശ സ്ഥാപനങ്ങൾക്ക് തുറന്നു കൊടുത്തത് സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിച്ചു. സ്വകാര്യവൽക്കരണം എങ്ങനെയൊക്കെയാണ് ഉത്തേജിപ്പിച്ചത്? സ്വകാര്യവൽക്കരണം കൂടുതൽ കാര്യക്ഷമതയിലേക്ക് നയിക്കുന്നു. ഉദാരവൽക്കരണത്തിനും ആഗോളവൽക്കരണത്തിനും പാർശ്വവർത്തികളായി എതിരാളികളും ഉണ്ട് എന്നതായിരുന്നു അവിടുത്തെ ഒരു തടസ്സമായിട്ട് കണ്ടിരുന്നത്. അവ ഇന്ത്യൻ വ്യവസായത്തെയും കൃഷിയെയും പ്രതികൂലമായി ബാധിക്കുന്നു എന്ന് നിരവധി ചിന്തകർ വിശ്വസിക്കുന്നു. നമ്മുടെ പല വ്യവസായങ്ങൾക്കും വിദേശ കമ്പനികളുമായി ഫലപ്രദമായി മത്സരിക്കാനാവില്ല. കൃഷിയുടെ കാര്യവും പറയുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. വിദേശത്ത് നിന്നുള്ള കാർഷികോൽപ്പന്നങ്ങൾ നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യും? കുന്നുകൂടുമെന്നാണ് പറയുന്നത്. കർഷകർക്ക് അവരുമായുള്ള കടുത്ത മത്സരത്തിൽ വിജയസാധ്യത കുറയും. അപ്പോൾ സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ നീക്കുന്നത് രാജ്യത്ത് നല്ലൊരു പുരോഗതി ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ അല്ലേ? അത് എങ്ങനെയൊക്കെയായിരുന്നു? ടെക്സ്റ്റ് വായിക്കട്ടോ. ഇന്ത്യൻ വ്യവസായത്തിലെ ചില മേഖലകൾക്ക് മാത്രമുള്ളൂ ആഗോളവൽക്കരണം പ്രയോജനപ്പെട്ടത്. അത് പ്രധാനമായും പറയുന്നത് സോഫ്റ്റ്വെയർ വ്യവസായം, വിവരസാങ്കേതിക വിദ്യ, മത്സ്യകൃഷി, പഴക്കൃഷി, ഇവിടെയൊക്കെയായിരുന്നു അവർക്ക് പ്രയോജനം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ മത്സരിക്കാൻ പറ്റാത്ത മേഖലകൾ ഓട്ടോമൊബൈൽ, ഇലക്ട്രോണിക്സ്, എണ്ണക്കുരുക്കൾ, അവിടെ ഒന്നും എന്താണ് വിദേശ ഉൽപ്പാദകരുമായി മത്സരിക്കാൻ കഴിയാതെ വന്നു. അപ്പോൾ ഇന്ത്യൻ കർഷകർക്ക് വിദേശ കർഷകരിൽ നിന്ന്, വിദേശ രാജ്യങ്ങളിൽ നിന്ന് എന്താണ് കടുത്ത മത്സരവും നേരിടേണ്ടി വന്നിട്ടുണ്ട്. നേട്ടം എന്നതിലുപരി കോട്ടവും ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഇന്ത്യൻ കർഷകർക്ക് ഗവൺമെൻറ് എന്ത് ചെയ്യുമായിരുന്നു? ഒരു താങ്ങുവില നൽകുമായിരുന്നു. താങ്ങുവിലയും സബ്സിഡിയൊക്കെ
നൽകുമായിരുന്നു ഗവൺമെൻറ്. കർഷകരുണ്ടാക്കിയ ഉൽപ്പന്നത്തിന് നഷ്ടം വരികയാണെങ്കിലും ഒരു താങ്ങുവില, ഗവൺമെൻറ് ഒരു വില നിശ്ചയിക്കും, ആ വിലക്ക് ഞങ്ങൾ എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു താങ്ങുവില ഗവൺമെൻറ് കൊടുക്കുമായിരുന്നു. പക്ഷെ വിദേശ വിപണി വന്നതോടെ അത് ഇല്ലാതാവുകയാണ്, ആ സബ്സിഡി ഒന്നും കിട്ടാതായി. അതുകൊണ്ട് തന്നെ എന്താണ്, ഇന്ത്യൻ കർഷകർക്ക് ഇതിലൂടെ ഉദാരവൽക്കരണത്തിലൂടെ ഗുണത്തിലേറെ ദോഷവും സംഭവിക്കാനിടയായി. അപ്പോൾ ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്ന് പറയുമ്പോൾ അത് ഗുണമുണ്ട്, ഒപ്പം തന്നെ എന്തുണ്ട്, ദോഷമുണ്ട്. അപ്പോൾ ഈ സബ്സിഡികളും താങ്ങുവിലകളൊക്കെ പിൻവലിച്ചാൽ കർഷകർ എന്താവും, അവരുടെ ജീവിതം കഷ്ടത്തിലാവുകയാണ് ചെയ്യുക, അല്ലേ? ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് എന്താവുകയാണ്, തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു. വ്യവസായ രംഗത്തും അങ്ങനെ തന്നെ അവരാകെ അധപതിക്കാൻ തുടങ്ങി. ഇന്ത്യൻ വ്യവസായങ്ങൾ കുടിൽ വ്യവസായം അല്ലെങ്കിൽ ചെറുകിട വ്യവസായങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വൻകിട വ്യവസായങ്ങളുമായി മത്സരിച്ച് നിൽക്കാനും കഴിയാതെയായി. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആഗോളവൽക്കരണം, ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം എന്നതിലൂടെ പാവപ്പെട്ട കർഷകർക്ക് ഒരുപാട് നഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അത് കർഷകരെ എന്താണ്, പ്രതികൂലമായിട്ട് ബാധിക്കുകയാണ് ചെയ്തത്. ഓരോ മേഖലയിലുള്ള കർഷകരെ പ്രതികൂലമായിട്ട് ബാധിക്കുകയാണ് ചെയ്തത്. അപ്പം ഇതിൽ വിപണിയാണ് നമ്മൾ പറഞ്ഞിരുന്നത് അല്ലേ. വിപണിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. എന്ത് ചെയ്യുക, നിങ്ങൾ നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക, എന്നിട്ട് പോയിൻറ്റ്സൊക്കെ കൂടുതൽ വായിച്ച് മനസ്സിലാക്കുക. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ 5ാമത്തെ പാഠം എടുക്കാം. ഓക്കെ, എന്നാൽ ഇന്ന് ഇത്ര എടുക്കണുള്ളൂ. പാഠം ഇവിടെ തീർന്നല്ലോ. നാളെ അടുത്ത ക്ലാസ്സിൽ 5ാമത്തെ പാഠം കേട്ടോ. അസ്സലാമു അലൈക്കും.